ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും. നിമന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നു തീരും വേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നു തീരും വേദനകൾ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും. നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമാന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമാന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവരാ അതില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിദേവരാ അതില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടും. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിക്കാനിടയായി തീർന്നത്, മനുഷ്യന് ആത്മീയ ജീവിതത്തിൽ വന്നാൽ അവന് ഭൗതിക ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ രോഗങ്ങളും ഭാരങ്ങളും മരണവും എല്ലാം ആത്മീയ ജീവിതത്തിലും ഉണ്ടാകും. അത് എങ്ങനെയെല്ലാം സംഭവിക്കുന്നു, അതിനെ എങ്ങനെയെല്ലാം നേരിടണം എന്ന് ചിന്തിക്കുന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്. അതിൽ നിന്ന് നമ്മൾ
എത്ര രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു? 10 രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാനിടയായിട്ടുണ്ട്. ഒന്ന് ദേഹത്തിൽ സൗഖ്യമില്ല. അതായത് ആത്മീയമായ ജീവിതത്തിൽ വന്നാൽ ദേഹത്തിൽ സൗഖ്യമില്ലാത്ത ഒരവസ്ഥ വരും. ഭൗതിക ജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ദേഹത്തിൽ സ്വസ്ഥതയില്ലാത്ത. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും വരും. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ നീരസം അവൻ്റെ മേൽ ഉള്ളതുകൊണ്ട് അവന് ദേഹത്തിൽ സൗഖ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നീരസം വരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു മനുഷ്യനിൽ നീരസപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എത്ര പഠിച്ചാലും ദൈവത്തിൻ്റെ വഴി അറിയാതെ വരുമ്പോൾ, എത്രയേറെ അവനെ പറഞ്ഞു പഠിപ്പിച്ചാലും അവൻ സമയം വരുമ്പോൾ തെറ്റിപ്പോവും. എല്ലാ കാര്യങ്ങളും പഠിക്കും, പക്ഷെ സമയം വരുമ്പോൾ അവൻ തെറ്റിപ്പോവും. ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വീണ്ടും അത് ആവർത്തിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് നീരസായി. അറിവില്ലാത്തവൻ തെറ്റ് ചെയ്താൽ ദൈവത്തിന് നീരസം വരില്ല. പിന്നെ ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് നീരസം വരുന്നത്? അറിവുള്ളവൻ. തെറ്റാണെന്നും അത് വഴിക്ക് പോകരുതെന്നും കർത്താവ് പറഞ്ഞാൽ ആ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് സമയം വരുമ്പോൾ പോവുകയാണെങ്കിൽ അവൻ്റെ നേരെ വരുന്നതാണ് എന്ത്? നീരസം. അപ്പോൾ ദൈവത്തിൻ്റെ അറിഞ്ഞുകൊണ്ട് എത്ര പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാതെ തെറ്റിപ്പോകുന്നവനിൽ നീരസമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ നീരസം വന്നാൽ അവൻ്റെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞേ. ദൈവത്തിന് എന്തുകൊണ്ട് നീരസം ഉണ്ടാകുന്നേ? എത്ര പഠിച്ചാലും പരിജ്ഞാനത്തിൽ എത്താതെ സമയം വരുമ്പോൾ തെറ്റിപ്പോവും. അങ്ങനെയുള്ളവനിൽ എന്തുണ്ടാകും? നീരസം ഉണ്ടാകും. നീരസം ഉണ്ടാകുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ അതിന് നീരസം ഉണ്ടാകുമ്പോൾ അവൻ്റെ ശരീരത്തിൽ സൗഖ്യമില്ല. ഇങ്ങനെ സൗഖ്യമില്ലായ്മ മാറാതെ തുടർന്നാൽ അത് മരണത്തിൽ അവസാനിക്കും. ഇസ്രായേൽ മക്കൾ മുഴുവനും മരുഭൂമിയിൽ വീണ് മരിച്ചത് ദൈവത്തിൻ്റെ നീരസം കൊണ്ടാണ്. ദൈവം എത്ര വർഷം അവരോട് നീരസപ്പെട്ടു? 40 വർഷം നീരസപ്പെട്ടു. അപ്പോൾ നമ്മളതിൻ്റെ ഘടന പഠിക്കുന്നത്, ദൈവം പഠിപ്പിച്ചിട്ടും പഠിക്കാതെ തെറ്റായ വഴിയിലേക്ക് തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് നീരസമുണ്ടാകുന്നു. നീരസം കൊണ്ട് ശരീരത്തിൽ സൗഖ്യമില്ലായ്മ ഉണ്ടാകുന്നു. അത് നിലനിന്നാൽ അത് മരണത്തിൽ അവസാനിക്കും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർമ്മ വെച്ച് വേണം. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ നീരസം മുഖാന്തരം ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ദേഹത്തിലെ സൗഖ്യമില്ലായ്മയും അതിനെ തുടർന്നുള്ള മരണവും. ഒന്ന്, വീണ്ടും നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്ന അടുത്ത രോഗം, വ്രണങ്ങൾ പഴുത്തു നാറുന്നു. വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എങ്ങനെയാണ് വ്രണങ്ങൾ ഉണ്ടാക്കുന്നത്? യഹോവയായ ദൈവം ചതയ്ക്കുകയും മുറികെട്ടുകയും ചെയ്തു. അപ്പോൾ ദൈവമാണ് മുറിവുണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? അപ്പോൾ യഹോവയായ ദൈവം നമ്മുടെ പിതാവാണ്. പിതാവാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ശിക്ഷിക്കുന്നത്. ശിക്ഷിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? മുറിവുണ്ടാകും. മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ ഉണക്കണം. ആരുണക്കണം? യഹോവയായ ദൈവം ചതയ്ക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു, മുറി ഉണക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് മുറിവ് കെട്ടേണ്ടതാരാ? ദൈവം തന്നെ ചെയ്യണം. പക്ഷേ ദൈവം അത് ചെയ്തില്ല. കാരണം എന്താ?
എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാർന്നു. അതായത് ഇപ്പോൾ ഒരപ്പൻ തൻ്റെ മകനെ ഒരു വടിയെടുത്ത് അടിച്ച് ശിക്ഷിച്ചു. ഈ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മകന് ദുഃഖമുണ്ടായി, അതുപോലെ തന്നെ അപ്പന് ദുഃഖമുണ്ടായി. മകൻ കുറെ നേരം കരഞ്ഞ്, അപ്പൻ ദുഃഖിച്ചു നടന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ ചെയ്തത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി അപ്പൻ്റെ അടുക്കിലേക്ക് മകൻ ചെന്ന് തൻ്റെ തെറ്റ്, അപ്പ ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്ത തെറ്റിനാണ് അപ്പൻ എന്നെ ശിക്ഷിച്ചത്, എനിക്ക് ബാലശിക്ഷ നൽകിയത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ദൈവം മുൻപാകെ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനും സന്തോഷമായി. മകനെ അപ്പൻ ആശ്വസിപ്പിച്ചു. മകനെ അപ്പൻ ആശ്വസിച്ച മകന്റെ മുറിവ് ഉണങ്ങി. എന്നാൽ ഈ അറിവില്ലാതെ അപ്പനെ ഒരു ദിവസം അപ്പൻ മകനെ ശിക്ഷിച്ചിട്ട് അപ്പൻ മകനെ ശിക്ഷിച്ചതിന് ശേഷം അപ്പന് പ്രയാസമുണ്ട്. പക്ഷേ മകനും പ്രയാസമായി, മകൻ കരഞ്ഞു. അന്ന് അതങ്ങനെ പോയി. പിറ്റേ ദിവസവും മകൻ സങ്കടപ്പെട്ട് നടക്കുക, വേദനപ്പെട്ട് നടക്കുക. ആ ദിവസവും കഴിഞ്ഞു. മൂന്നാം ദിവസം കാര്യം ഗൗരവമായി. മകന്റെ സങ്കടം തീർന്നില്ല, അപ്പന് സങ്കടം തീർന്നില്ല. കാരണം എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നതായി. അപ്പൻ മകനെ ശിക്ഷിച്ച് ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പനും ദുഃഖമുണ്ട്. ആ ദുഃഖം തീരണമെങ്കിൽ ആരെ കൊണ്ട് സാധിക്കുള്ളൂ? ലോകത്തിലുള്ള എല്ലാവരും വന്ന് അപ്പനെ ആശ്വസിപ്പിച്ചാലും അപ്പൻ ആശ്വസിക്കില്ല. പിന്നെ ആരാശ്വസിപ്പിക്കണം? ശിക്ഷിക്കപ്പെട്ട മകൻ ആശ്വസിപ്പിക്കണം. അത് ആശ്വസിപ്പിക്കുന്നത് വരെയും അപ്പൻ ദുഃഖത്തിലാണ്. കാരണം മുറിവ് ഉണങ്ങിയിട്ടുമില്ല. ഇതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേക്ക് ഈ വ്രണങ്ങൾ എന്തായി തുടങ്ങും? പഴുക്കാൻ തുടങ്ങും. പഴുത്ത് അതിൽ നിന്ന് ചീഞ്ഞ് നാറുന്ന അവസ്ഥയിലേക്ക് വരും. അതായത് പറഞ്ഞതിൻ്റെ സാരം, ചില മനുഷ്യര് തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ശിക്ഷ നൽകിയത് ആണെന്ന് മനസ്സിലാക്കാതെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലം മുഴുവനും ഇങ്ങനെ കൊണ്ടു നടക്കും. ആരെല്ലാം ആശ്വസിപ്പിച്ചാലും ആശ്വാസം കൈക്കൊള്ളൂല. ആരെല്ലാം പ്രവർത്തിച്ചാലും അതിലൊന്നിലും ആശ്വാസം കൈക്കൊള്ളാതെ ഇങ്ങനെ നടക്കും. അപ്പൊ ശിക്ഷിച്ച അപ്പൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ശിക്ഷിക്കപ്പെട്ട മകൻ അപ്പന്റെ അടുത്ത് ചെന്ന് അപ്പനെ ആശ്വസിപ്പിച്ചിട്ടില്ല, തൻ്റെ തെറ്റ് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് വ്രണങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ വചനം ഏതാന്ന് പറഞ്ഞ്, എൻ്റെ ഭോഷത്വം ഹേതുവായി, ഉറക്കെ പറ, എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറി. മുറിപ്പെടുത്തിയതാരാ? ദൈവമാണ്, അപ്പനാണ്. എന്തിനാ മുറിപ്പെടുത്തിയേ? തെറ്റ് ചെയ്തിട്ട്. തെറ്റ് ചെയ്ത് മുറിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ മുറിവ് കെട്ടണതാരാ? ദൈവം തന്നെ. ദൈവം മുറി കെട്ടുന്നത് എപ്പോഴാ? അടിച്ചവങ്കിലേക്ക് തിരിയുമ്പോൾ. ആരിലേക്ക്? തന്നെ ശിക്ഷിച്ച അപ്പൻ്റെ അടുക്കിലേക്ക് വന്ന്, അപ്പൻ്റെ അടുക്കൽ വന്ന് തൻ്റെ തെറ്റ് സമ്മതിച്ച്
അപ്പൻ്റെ അടുത്ത് വരുമ്പോൾ അപ്പൻ്റെ വിഷമം തീർന്നു. അപ്പൻ മകൻ്റെ മുറിവ് കെട്ടി, പിന്നെ അത് പഴുക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും? വിശ്വാസത്തിൽ വന്ന് നാളിൽ തനിക്കുണ്ടായ ഒരു ദുഃഖം, അത് കർത്താവ് നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. അത് ഇന്നും മാറാതെ, വർഷങ്ങളായിട്ടും ഇന്നും മാറാതെ വണ്ണം അത് കൊണ്ടു നടക്കുക. അതിങ്ങനെ പഴുത്ത് നാറിക്കൊണ്ടിരിക്കുക. ഈ ഇങ്ങനെ മുറിവ് പഴുത്ത് നാറുമ്പോൾ അതിൽ നിന്ന് ഗന്ധം ഉണ്ടാകും. ഈ ഗന്ധം ഏതിൽ കൂടിയാ പുറത്തേക്ക് വരുന്നത്? വാക്കുകളിൽ കൂടി പുറത്തേക്ക് വരും. ഞാൻ വിശ്വാസത്തിൽ വന്നേ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നമ്മള് ചിന്തിക്കുന്നത് ആദ്യം രോഗം എന്താ? എൻ്റെ ഭോഷത്വം ഹേതുവായി വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എന്തുകൊണ്ടാ വ്രണം ഉണ്ടായേ? തെറ്റ് ചെയ്തപ്പോൾ അപ്പൻ ശിക്ഷിച്ചപ്പോൾ വ്രണമുണ്ടായി. അപ്പനാരാ? ദൈവം. മകനാരാ? ഭക്തൻ. തെറ്റ് ചെയ്തപ്പോൾ അവനെ ശിക്ഷിച്ചപ്പോൾ അവൻ എന്തുണ്ടായി? മുറിവുണ്ടായി. ഈ മുറിവ് ആര് കെട്ടണം? ദൈവം തന്നെ കെട്ടണം. ദൈവം കെട്ടണമെങ്കിൽ എന്തു വരണം? ദൈവം അടിക്കുന്നവങ്കിലേക്ക് തിരിയണം. പറ, അടിക്കുന്നവങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ അടിച്ചതാരാ? അപ്പൻ. അപ്പൊ എങ്ങോട്ട് തിരിയണം? അപ്പൻ്റെ അടുക്കിലേക്ക് തന്നെ ചെന്ന് സമ്മതിക്കണം. എന്ത് സമ്മതിക്കണം? അപ്പ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ തെറ്റാണ് അത് എന്ന് സമ്മതിക്കുമ്പോൾ, അതിന് ക്ഷമ ചോദിക്കുമ്പോൾ അപ്പൻ സന്തോഷമായി. അപ്പൻ എന്ത് ചെയ്യും? മുറിവ് കെട്ടും, മുറിവ് ഉണക്കും. രണ്ടുപേർക്കും സന്തോഷമായി. വചനം പറ. എന്നാൽ ദുഃഖിതനായവനല്ലാതെ, പറഞ്ഞേ, എന്നെ സന്തോഷിപ്പിക്കുന്നത് ആര്? 4 മക്കളുള്ള ഒരാൾ, 4 മക്കളുള്ള ഒരാൾ ഏറ്റവും ഇളയവനെ അപ്പൻ ശിക്ഷിച്ച് വേദനിപ്പിച്ച് കരഞ്ഞ് ഭയങ്കര ശിക്ഷയായിപ്പോയി. അപ്പനും ദുഃഖമുണ്ട്, മകൻ നിലവിളിച്ചുകൊണ്ട് നടക്കുക. അപ്പന് ദുഃഖം മാറണമെങ്കിൽ ഏത് മകൻ ചെല്ലണം? 4 മക്കളുള്ളതിൽ ആര് ചെല്ലണം? ശിക്ഷ അനുഭവിച്ച് മകൻ ചെന്ന് പറയണം. അതിനുവേണ്ടി അപ്പം നോക്കിയിരിക്കുക. ഇനി ആദ്യത്തെ ദിവസം മകൻ ചെന്നില്ല, അപ്പൻ ദുഃഖത്തോടെ കിടന്നുറങ്ങി, മകൻ വേദനയോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസവും അങ്ങനെ തന്നെ, അടുത്ത ദിവസവും അങ്ങനെ തന്നെ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ മുറിവിന് എന്ത് തുടങ്ങി? മുറിവ് ശരിക്കും പഴുക്കാൻ തുടങ്ങി. അപ്പൻ്റെ ദുഃഖമായിട്ട് നിൽക്കുക. അപ്പൻ ആ ദുഃഖം തീരണമെങ്കിൽ ഇവൻ ഈ ശിക്ഷിക്കപ്പെട്ടവൻ ചെല്ലണം. സാരമില്ല അപ്പം, ഞാൻ എൻ്റെ തെറ്റാ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇതത് പറയാത്തിടത്തോളം കാലം ഇതിങ്ങനെ കൊണ്ടു നടക്കുക. ഇതിങ്ങനെ ജീവിതം മുഴുവനും കൊണ്ടു നടക്കുന്നവരുണ്ട്. അവരുടെ വ്രണങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക. ചീഞ്ഞ് നാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞേ, ചീഞ്ഞ് നാറ് പറഞ്ഞാൽ സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവര്. പറഞ്ഞേ, സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നത്. അതായത് സ്വന്തം ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവര്. അല്ലെങ്കിൽ ഞാനിത് വന്നേ പിന്നെ ഉണ്ടല്ലോ, എൻ്റെ അനുഭവം ഇതാ. എല്ലാവരും എന്നോട് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. ഓരോ സന്ദർഭങ്ങളിൽ വെച്ച് എന്നെ കൊല്ലാൻ നോക്കിയിട്ടുള്ളതും എന്നെ ഉപദ്രവിച്ചിട്ടുള്ളതും ഒക്കെ എനിക്കറിയാം. ഇതിങ്ങനെ വാടാതെ കൊണ്ടുനടക്കുക, ഉണങ്ങാതെ കൊണ്ടുനടക്കുക. അപ്പം ദുഃഖിച്ചവരെടുത്തിരിക്കുക. ഇന്ന് വരും, നാളെ വരും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്ത്? അപ്പൻ്റെ അടുക്ക് ചെന്ന് വെച്ചാൽ, അപ്പ, തെറ്റെൻ്റെതാ,
ഇത് ബാലശിക്ഷ എനിക്ക് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പൻ ആശ്വസിപ്പിക്കും, കിട്ടും. അതിന് പകരം ഇതിങ്ങനെ കൊണ്ടു നടന്ന് പഴുത്ത് നാറുക. പഴുത്ത് നാറിക്കഴിയുമ്പോൾ, നാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ആത്മീക ജീവിതത്തിൽ സുഗന്ധം വരും, ദുർഗന്ധം വരും. എവിടെ നിന്നാ? നമ്മൾ പൊതുവേ നമ്മുടെ ശരീരം അഴുകി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരും. പല പൗഡറൊക്കെ ഇട്ട് നല്ല മെനിക്ക് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സുഗന്ധം വരും. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ ദുർഗന്ധവും സുഗന്ധവും വരുന്നത് എവിടെ നിന്നാ? പറ. വാക്കിൽ നിന്ന്. കത്ത, വെരി ഗുഡ്. വാക്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് പരിജ്ഞാനം, ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അതായത് എൻ്റെ അപ്പൻ എൻ്റെ നന്മയ്ക്കായിട്ടല്ല, അതൊന്നും ചെയ്യില്ല. ഞാൻ ശിക്ഷ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൻ്റെ ഒരു അംശമേ അപ്പൻ ചെയ്തിട്ടുള്ളൂ എന്ന് അങ്ങ് പറയും. ഈ വാക്ക് എന്തായിത്തീരും? സുഗന്ധമായി തീരും ദൈവസന്നിധിയിൽ. അതിനു പകരം എൻ്റെ അവസ്ഥ ഇത് വന്നപ്പോൾ വന്നേ മുതൽ എനിക്കറിയാം എല്ലാവരെയും, എന്നെ വേദനിപ്പിച്ചിട്ടുള്ളതും എന്നെ ഉപദ്രവിച്ചിട്ടുള്ളതും. ഇങ്ങനെ ഇതെല്ലാം മനസ്സിൽ കരുതി വെച്ചിരിക്കുക. എന്തിരിക്കുക? മുറിവ് അങ്ങനെ തന്നെ ഇരിക്കുക. ഇതെന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന്, ഈ പഴുത്തതിൽ നിന്നാണ് ഈ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാ? എൻ്റെ ഭോഷത്വം ഹേതുവായിട്ട് ആദ്യമേ മനസ്സിലാക്കണം. എന്താ? യഹോവയായ ദൈവം ചതയ്ക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു. ദൈവം അറിയാതെ ഒരു തലമുടി പൊഴിയുകയില്ല. എനിക്കൊരു ശിക്ഷ തന്നിട്ടുണ്ടെങ്കിൽ, മുറിവ് തന്നിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ അപ്പൻ എൻ്റെ തെറ്റിന് ബാലശിക്ഷ തന്നതാണ്. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നതിന് ശേഷം, അപ്പൻ എന്നെ ശിക്ഷിച്ചത് എൻ്റെ തെറ്റിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല, തെറ്റെൻ്റേതാണ്. ഇത് പറഞ്ഞപ്പോൾ അപ്പനും സന്തോഷിച്ചു, മകനും സന്തോഷിച്ചു. അപ്പൻ ഉടനെ മുറിവ് കെട്ടി ഉണക്കി. അവനിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വന്നു. ഇങ്ങനെ സുഗന്ധം പുറത്തേക്ക് വന്ന അനുഭവങ്ങൾ എങ്ങനെയെന്നറിയോ? നെബൂഖദ്നേസർ രാജാവ് പ്രബലനായപ്പോൾ ഭയങ്കര അഹങ്കാരിയായി, ഭയങ്കര പ്രബലനായി. പണം, ധനം, ഇതൊക്കെ ധാരാളമായി, കൊട്ടാരമൊക്കെ. അപ്പോ ഒരു വർഷം മുമ്പ് കർത്താവ് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞ്, നീ അഹങ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, നിന്നെ ദൈവം ശിക്ഷിക്കും, നീ മൃഗപ്രായനായ അവസ്ഥയിലേക്ക് വരും എന്നൊരു വർഷം മുമ്പ് പറഞ്ഞതാ. മറന്നുപോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ വാക്ക് വന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്തിനായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് തൻ്റെ മഹത്വത്തെ നോക്കി പറഞ്ഞു. അപ്പോൾ തന്നെ രാജ്യത്ത് അവനെ നീക്കി 7 വർഷത്തേക്ക് അവനെ മൃഗപ്രായനാക്കി കളഞ്ഞു. അതായത് ഇത്രയും പദവിയിലിരുന്ന രാജാവ് പുല്ല് തിന്നുന്ന, മൃഗങ്ങളോടൊപ്പം ജീവിച്ചതാണ്. അവൻ്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ തൂവല് പോലെ ആയിരുന്ന ഉണ്ടായ സംഭവം എന്നാണ്. ഇന്നത്തെ ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്ത് വാണുകൊണ്ടിരുന്ന നെബൂഖദ്നേസർ രാജാവിൻ്റെ ചരിത്രമാണ്. 7 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വാഴുന്നത് സ്വർഗമാണെന്ന് മനസ്സിലാക്കി, ഞാൻ എൻ്റെ ദൈവത്തോട് അഹങ്കാരം കാണിച്ചു പോയതാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെത്താൻ താഴ്ത്തി അവനെ കർത്താവ് വലിയൊരു പദവിയിലേക്ക് ഉയർത്തി. അവനൊരു അങ്ങ് എഴുതി. എന്താ എഴുതിയെന്നറിയോ? എൻ്റെ ദൈവം എന്നിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. എന്താ? സുഗന്ധമായിട്ട്. എന്നാൽ ഏശാവ് പറഞ്ഞത് എന്താ? ഏശാവ് പറഞ്ഞു, ചെറുപ്പം മുതലേ എന്നെ ചതിയാണ് അവൻ്റെ കയ്യിലിരിക്കണേ. ആരല്ല?
യാക്കോബിൻ്റെ ചെറുപ്പം മുതലേ. അവൻ്റെ പേര് തന്നെ ഉബായി എന്നാ. തരം കിട്ടിയ ഉപദ്രവിക്കും. ആ തരത്തിലാണ് അവൻ്റെ സ്വഭാവം. ഇപ്പോഴും അവൻ എന്നെ ചതിച്ച് എൻ്റെ ജ്യേഷ്ഠാവകാശം അവനെടുത്തു. ഇപ്പോഴതേ വീണ്ടും ചതിച്ചു. അനുഗ്രഹവും അവൻ കവർന്നുകൊണ്ട് പോയി. പറയുമ്പോൾ തോന്നുന്നു ഇത് ശരിയാണ്. പക്ഷെ ഏശാവ് പറയുന്നത്, ദൈവം പറയണെന്താ? അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി. ജ്യേഷ്ഠാവകാശത്തെ അവൻ അലക്ഷ്യമാക്കി. ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനു, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് അവൻ്റെ വാഗോണ്ട് പറഞ്ഞതാ. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു ദുർഗന്ധം. ദുർഗന്ധം എന്ന് പറഞ്ഞ്, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. അവിടെയാ ദൈവത്തിന് പറയുന്നത്. അവൻ്റെ വായിൽ നിന്ന് വരുന്നു, വായിൽ നിന്ന് വാക്ക് എന്തായിത്തീരുന്നു? ദുർഗന്ധമായി തീർന്നു. കാരണം 11 എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ചെറുപ്പം മുതലേ വ്രണങ്ങളുണ്ട്. ചെറുപ്പം മുതലേ സഹോദരൻ ചെയ്ത പ്രവൃത്തികൾ ഇങ്ങനെ മുറിപ്പായിട്ട് കിടക്കുന്നുണ്ട്. അത് ഇതുവരെയും അതിന് മുറി കെട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല. അതിങ്ങനെ പഴുത്ത് നാറിക്കൊണ്ടിരിക്കുക, ആ വാക്കുകളായി വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആര്? എനിക്ക് ഒരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സഹോദരൻ ചെയ്തതാണെങ്കിലും എൻ്റെ മക്കൾ ചെയ്തതാണെങ്കിലും എനിക്ക് പരാതിയില്ല. കാരണം എൻ്റെ ദൈവം അറിയാതെ എനിക്കിതൊന്നും വരില്ല. എൻ്റെ തലയിലെ മുടി പൊഴിയണമെങ്കിൽ അത് കർത്താവ് അറിയണം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അറിഞ്ഞ് തന്നെയാണ് എനിക്കിത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ എങ്ങോട്ട് തിരിയണം? മറന്നുപോയി. അവർ അടിക്കുന്നവെങ്കിലേക്ക് തിരിയാതെ അവർ എങ്ങോട്ട് തിരിയണം? നമ്മൾ അടിക്കുന്നവെങ്കിലേക്ക് തിരിയണം. അടിക്കുന്നവരിൽ നിന്ന് ചില പിള്ളേർ വടിയെടുക്കുമ്പോൾ ഓടും, അല്ലെങ്കിൽ തല്ലുകൊണ്ടോട് ഓടും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ട് തിരിയണം? അടിക്കുന്നവെങ്കിലേക്ക് തിരിയണം. അടിക്കുന്നവെങ്കിലേക്ക് തിരിയുമ്പോൾ അടിക്കുന്നവൻ അവൻ്റെ തെറ്റ് ക്ഷമിച്ച് മുറി കെട്ടി പഴുക്കാതെ വണ്ണം സൂക്ഷിക്കും. അല്ലാത്തത് ചെയ്യും, പഴുത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. അവരുടെ സംസാരം ശ്രദ്ധിക്കുമ്പോഴറിയാം അവരിൽ എന്ത് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ അറിയാം അവരുടെ സഹോദരങ്ങൾ അവരോട് ചെയ്ത ദ്രോഹങ്ങൾ. ഇതിന് വന്നതിന് ശേഷം ഓരോ മനുഷ്യരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അവനുണ്ടായ അനുഭവങ്ങൾ, ഇത് മുഴുവനും തിങ്ങി ഇരിക്കുക. ഇടയ്ക്ക് അതിൻ്റെ വാക്ക് പുറത്തേക്ക് വരും. അതെന്താ? ദുർഗന്ധം. അതെന്തുകൊണ്ടാ? ഭോഷത്വം ഹേതുവായി. ബുദ്ധിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടിക്കുന്നവെങ്കിലേക്ക് തിരിയും. അവിടെ ചെന്ന് അടിക്കുന്നവനെന്ത് ചെയ്യും? മൂറി കെട്ടും. മൂറി കെട്ടിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ സന്തോഷമായി? അടിച്ചവനും സന്തോഷമായി, മുറി കെട്ടിയവനും സന്തോഷമായി. അവനിൽ നിന്ന് പിന്നെ വരുന്നതാണെന്ത്? സുഗന്ധം. പ്രധാന സാധനം അതാ നെബൂഖദ്നേസർ പറഞ്ഞേ, സർവശക്തനായ ദൈവം എങ്കിൽ ചെയ്ത അത്ഭുത കാര്യങ്ങൾ ഒന്ന് എല്ലാവരെയും ധരിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അതാണ് സങ്കീർത്തനം പറയുന്നത്, സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മിൽ നിന്ന് ഇത് വരാൻ പാടില്ല. എന്ത് വരാൻ പാടില്ല? ദുർഗന്ധം വരാൻ പാടില്ല. നമുക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിച്ചവൻ ആരാ? ദൈവം അറിയാതെയല്ല മുറിവേൽപ്പിച്ചത്, ദൈവം തന്നെ മുറിവേൽപ്പിച്ചത്. നമ്മളെങ്ങോട്ട് തിരിയണം? അടിച്ചവെങ്കിലേക്ക് മുറിച്ചവെങ്കിലേക്ക് തിരിയണം. അവിടെ ചെല്ലുന്നുവെങ്കിൽ അവനെ ആശ്വസിപ്പിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് സമ്മതിക്കണം. തെറ്റ് സമ്മതിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷിച്ചു,
ദുഃഖമായി. കർത്താവിന് സ്തോത്രം. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അപ്പനും മകളും കൂടി ഇരിക്കുക. മകളാ, ഇവളെക്കാൾ ഇച്ചിരിയുടെ പ്രായമുണ്ട്. ഏതോ തെറ്റ് വന്നപ്പോഴത്തേക്കും ഒരു വടിയെടുത്ത് 2 അടി നന്നായിട്ട് വേദന എടുക്കത്തക്കൊണ്ടാണ് അടിച്ചു. ഭയങ്കര കരച്ചിലായിപ്പോയി. ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വന്നു. അങ്ങനെ ഇരിക്കുക. അന്തരീക്ഷവും മോശമായി. ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി 2ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്നതാ. ഇതിനകത്ത് കടലാസ് എടുത്തതിന് ശേഷം അതിൽ വെൽക്കം എന്ന് എഴുതി. എന്നിട്ട് അപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൻ്റെ അടുത്തേക്ക് ഈ കടലാസുമായിട്ട് വന്നപ്പോഴേക്കും അപ്പം പൊട്ടിക്കരഞ്ഞു പോയി. കൊച്ചും കരഞ്ഞു. അവിടെ സന്തോഷമായി. എങ്ങോട്ട് തിരിഞ്ഞു? അടിച്ച പങ്കിലേക്ക് തിരിഞ്ഞു. അടിച്ചവൻ ദുഃഖിച്ചിരിക്കുക. മനസ്സോടെയാണോ ദുഃഖിപ്പിക്കുന്നത്? വചനം പറ. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെയൊക്കെയും ദുഃഖിപ്പിക്കുന്നത്. അവൻ ദുഃഖിപ്പിക്കുന്നത് മനസ്സോടെയല്ല, നന്മയ്ക്ക് വേണ്ടിയിട്ടാ. എന്ത് നന്മയ്ക്ക്? അവന്റെ മഹത്വം പ്രാപിപ്പാനാണ് അവൻ നമുക്ക് ബാലശിക്ഷ നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഏത് മഹത്വം? ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ശിക്ഷിച്ചും ബാലശിക്ഷ നൽകിയും കൊണ്ടുവരുന്നത്. അപ്പോൾ അടി കൊള്ളുന്നവൻ വേറെ എങ്ങോട്ട് തിരിഞ്ഞാലും അടിച്ചവൻ സന്തോഷിക്കില്ല. അടി കൊണ്ടവൻ തന്നെ അങ്ങോട്ട് തിരിയണം. തിരിഞ്ഞതിന് ശേഷം ആശ്വസിപ്പിച്ച് തന്റെ തെറ്റ് സമ്മതിക്കുമ്പോൾ ആ മുറി ഉണക്കി അവനിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരും. അതിനെ മറന്നു പോകരുത്. അതിൽ ഓരോ വാക്കുകളും മറന്നു പോകരുത്. ഏതൊക്കെയാ? എൻ്റെ ഭോഷത്വ നിമിത്തം എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറും. എൻ്റെ ഭോഷത്വ നിമിത്തം എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. കാരണം ബുദ്ധി വേണം വ്രണങ്ങൾ ഉണങ്ങാൻ. ബുദ്ധിയുള്ളവൻ അടിക്കുന്നവങ്കിലേക്ക് തിരിയും. അടിക്കുന്നവങ്കിലേക്ക് തിരിഞ്ഞാൽ അടിച്ചവൻ സന്തോഷിക്കും, അവൻ മുറി കെട്ടും. മുറി കെട്ടി മുറി ഉണങ്ങിയവൻ തന്നിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരും. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിക്കാനിടയായിട്ടുള്ള ഒന്നാമത്തെ, ദേഹത്തിൽ സൗഖ്യമില്ല. 1. രണ്ടാമത്തത് ഇന്ന് നമ്മൾ പഠിച്ചത് ഏതാ? ഭോഷത്വ നിമിത്തം എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറും. കർത്താവിന് സ്തോത്രം. മൂന്നാമത്തത് ഏതാ? ഏത്? ഹ്രസ്വദൃഷ്ടി. 2 രോഗങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചത്തെ പോലെയല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്ടെന്ന് ഈ 10 രോഗങ്ങളങ്ങ് പറഞ്ഞു പോയി. 10 അല്ല, 17 രോഗങ്ങൾ പൊതുവായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ 10 അങ്ങ് വേഗം പറഞ്ഞു പോയി. അതിൻ്റെ 2 കാര്യങ്ങൾ ഇതങ്ങ് പോയുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് വിശദീകരിച്ച നമ്മൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണിത്. അത് മറന്നു പോകരുത്. നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ആഴ്ച അതിൽ കുറെ പിടിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി. മൂന്നാമത്തെ കാര്യമാണ്, മറന്നുപോയി, ഹ്രസ്വദൃഷ്ടി. അതായത് ഹ്രസ്വദൃഷ്ടി എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്തുള്ളവയെ കാണാം, അകലെയുള്ളവയെ കാണാൻ പാടില്ല. അടുത്തുള്ളവ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അടുത്തുള്ളത് ഏതാ? ഏറ്റവും അകലെയുള്ളത് ഏതാ? ഏറ്റവും അകലെ ഉള്ളത് സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം. അതാണ് നമുക്ക് ഏറ്റവും അകലെയുള്ളത്. അപ്പോൾ ഏറ്റവും അകലെയുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇരിക്കുന്ന സിംഹാസനം, സിംഹാസനം ഇരിക്കുന്ന കൂടാരം, കൂടാരം ഇരിക്കുന്ന പർവ്വതം, പർവ്വതം ഇരിക്കുന്ന പട്ടണം. പറയാവുന്നു പറഞ്ഞു ഏതൊക്കെയാ ഏറ്റവും അകലെയുള്ളത്?
എല്ലാം അത് ഇത് സ്വർഗാദി സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവം, പിന്നെ ദൈവം ഇരിക്കുന്ന സിംഹാസനം, സിംഹാസനം ഇരിക്കുന്ന കൂടാരം, കൂടാരം ഇരിക്കുന്ന പർവ്വതം, പർവ്വതം ഇരിക്കുന്ന പട്ടണം. ഇത് തിരിച്ചു പറ. ദൈവത്തിൻ്റെ പട്ടണം, പട്ടണത്തിൽ ഇതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കണം. പർവ്വതത്തിൽ അല്ലെ, പട്ടണത്തിൽ എന്തുണ്ട്? പർവ്വതം, പർവ്വതത്തിൽ കൂടാരം, കൂടാരത്തിൽ സിംഹാസനം, സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നു. പറഞ്ഞേ, ഏറ്റവും അകലെയുള്ള, ഏറ്റവും അത്യുന്നതൻ, ദൈവം ഏറ്റവും ഉന്നതനാണ്. അത് സാറിന് ചോദിച്ചു. ഏറ്റവും അകലെ ഇരിക്കുന്നത് ദൈവമാണ്. ആ ദൈവം എവിടെ ഇരിക്കുന്നു? സിംഹാസനത്തിൽ. സിംഹാസനം എവിടെ? കൂടാരത്തിൽ. കൂടാരം എവിടെ? പർവ്വതത്തിൽ. പർവ്വതം എവിടെ? പട്ടണത്തിൽ. പട്ടണം എവിടെ? എവിടെ എവിടെ അല്ല, എവിടെയാന്ന് പറ, വചനം പറ. സകല സൃഷ്ടിയുടെയും വടക്കേ അറ്റത്ത്. അതിന് വചനം ഉത്തരഗിരിയിൽ. ഉത്തരഗിരി, ഉത്തരം എന്ന് പറഞ്ഞാൽ ദക്ഷിണം എന്ന് പറഞ്ഞാൽ ദക്ഷിണം, ഉത്തരം, പൂർവം, പശ്ചിമം എന്ന് അറിയാൻ പാടില്ലേ? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് എന്ന് അറിയാൻ പാടില്ലേ? ഈ ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്, ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക്, പശ്ചിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ്, പിന്നെ കിഴക്കിന് പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലോ, പൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക്. ഈ 4 ദിക്കാ. നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോഴത്തേക്കും അതിൽ വടക്കേതാ? നിങ്ങൾ മാപ്പ് വരച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിക്കുന്നതാ. എത്ര ക്ലാസ്സിൽ? ഈ മാപ്പ് വരച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഈ നോർത്ത് എവിടെ എഴുതിയിരുന്നേ? മുകളിൽ നോർത്ത്, താഴത്ത് സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെയല്ലേ? അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഏത് വടക്കാ? ഉത്തരഗിരി, ഏറ്റവും വടക്കേറ്റം. മറന്നു പോകരുത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ പോകാനുള്ള സ്ഥലമാണ് ഉത്തരഗിരി. ഉത്തരത്ത് ഏറ്റവും വടക്കേ അറ്റത്ത് പട്ടണം, പട്ടണത്തിൽ പർവ്വതം, പർവ്വതത്തിൽ കൂടാരം, കൂടാരത്തിൽ സിംഹാസനം, സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും അകലെയായിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ക്രിസ്തുവിൽ നിന്നാകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ ഇത്രയും അകലെയാണ് ഇത്. ഈ ഉത്തര വടക്കേ അറ്റത്ത് ഇതിൽ പട്ടണത്തിൽ, പർവ്വതത്തിൽ, കൂടാരത്തിൽ, സിംഹാസനത്തിൽ കർത്താവിരിക്കുന്നത്. ഇത് ഏറ്റവും അകലെയാണ്. ഇത് ഏറ്റതും ആ കർത്താവിനെയും നമ്മയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത്, നമ്മുടെ പ്രാണനെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരമാണ് ഒരു തിരശീല പോലെ കർത്താവിനെയും ഈ പറഞ്ഞ കാര്യങ്ങളെയും നമ്മയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ, അപ്പം നമ്മൾ നോക്കിയാൽ ഇത്രയും ദൂരത്തുള്ളത് കാണാമെങ്കിൽ നമ്മൾ ദീർഘദൃഷ്ടിയുള്ളവരാണ്. ശരീരത്തെയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും മാത്രം കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദീർഘദൃഷ്ടിയുള്ളവരാണെങ്കിൽ എന്തൊക്കെ കാണും? നേമേ പർവ്വതമാണോ ആദ്യം പറയണേ? ഉത്തര വടക്കേറ്റം കാണും, പട്ടണം കാണും, പർവ്വതം കാണും, കൂടാരം കാണും, സിംഹാസനം കാണും, സിംഹാസനം ഇരിക്കുന്ന കർത്താവിനെ കാണും. ഈവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണെങ്കിൽ എന്ത് കാണും? ജഡത്തിൻ്റെ ആവശ്യം,
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് എപ്പോഴും കണ്ടോണ്ടിരിക്കും. അപ്പൊ അവന്റെ കണ്ണ് ഇവിടെ ആയിരിക്കും. ജഡീക കാര്യങ്ങൾ ഇതാണ്. ആത്മീക കാര്യങ്ങൾ കാണില്ല, ഭൗതിക ജഡീക കാര്യങ്ങളെ കാണും. ആർക്ക്? ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക്. ഹ്രസ്വദൃഷ്ടിയുള്ളവർ. ഈ ഹ്രസ്വദൃഷ്ടി ഉള്ളവർക്ക് ഇത് മാത്രം കാണാം, അത് കാണാൻ പാടില്ല. അത് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും അകലെ ആയിരിക്കുന്ന ഈ പട്ടണവും പർവ്വതവും കൂടാരവും സിംഹാസനവും കർത്താവും അത് ആദാമിന് കാണായിരുന്നോ? മുകളിലേക്ക് നോക്കുമ്പോ കാണായിരുന്നോ? വചനം പറ. പാപം ചെയ്തതിന് ശേഷം തന്റെ സിംഹാസനത്തിന്റെ ദർശനം മേഘം കൊണ്ട് മറച്ചു. പറ. പാപം ചെയ്തതിന് ശേഷം തന്റെ സിംഹാസനത്തിന്റെ ദർശനം മേഘം കൊണ്ട് മറച്ചു. അപ്പൊ ഇപ്പൊ നോക്കിയാൽ എന്ത് കാണാം? മേഘമേ കാണാവൂ. അപ്പൊ ഇതെന്ത് ചെയ്തതാ? മറച്ചതാണ്. എന്ന് മറച്ചു? ആദാം പാപം ചെയ്തപ്പോ മറച്ചതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം കാലാവസാനത്തിങ്കൽ യേശു വന്ന് ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഏത് സ്ഥലത്തേക്ക്? യേശു അതൊക്കെ കടന്നുപോയി പറഞ്ഞോ? ഈ സ്വർഗത്തിലേക്ക് പോയി. ഏറ്റവും ആദ്യമേ ഗോപുരങ്ങൾ കടന്നു, പട്ടണത്തിലേക്ക് പ്രവേശിച്ചു, പർവ്വതത്തിലേക്ക് പ്രവേശിച്ചു, കൂടാരത്തിലേക്ക് പ്രവേശിച്ചു, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു, സിംഹാസനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ യേശു പോയ വഴി ഏതാ? യേശു കല്ലറയിൽ വെച്ച് മറിയോട് പറഞ്ഞെന്താ? മറിയെ, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. ആ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയ ആ ഘട്ടങ്ങളൊന്ന് പറയാവോ? ഏറ്റവും ആദ്യമേ ചെല്ലുമ്പോ എന്താ കാണുന്നേ? പട്ടണത്തിന് ചുറ്റും എന്തുണ്ട്? ഗോപുരങ്ങളുണ്ട്. 12 ഗോപുരങ്ങളുണ്ട്. ഈ ഗോപുരങ്ങൾ കൂടി വേണം പട്ടണത്തിലേക്ക് കിടക്കാൻ. അപ്പൊ യേശു ഗോപുരങ്ങൾ കൂടി എങ്ങോട്ട് കിടന്നു? പട്ടണത്തിലേക്ക് കിടന്നു. പട്ടണം കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് കിടന്നു? പർവ്വതത്തിലേക്ക് കിടന്നു. ഏത് പർവ്വതം? സിയോൻ പർവ്വതത്തിലേക്ക് കിടന്നു. പർവ്വതത്തിൽ കിടന്നതിന് ശേഷം എന്ത് ചെയ്തു? കൂടാരത്തിലേക്ക് കിടന്നു. കൂടാരം കിടന്നതിന് ശേഷം എന്ത് ചെയ്തു? അതിവിശുദ്ധ സ്ഥലത്തേക്ക് കിടന്നു. അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എന്തുണ്ട്? സിംഹാസനമുണ്ട്. യേശു അങ്ങോട്ട് എവിടെ ഇരുന്നു? ആ സിംഹാസനത്തിൽ. ഇതാണ് യേശു പ്രവേശിച്ചത്. ഈ ഇത്രയും ദൂരെയുള്ള ആ സിംഹാസനത്തിലേക്ക് യേശു പ്രവേശിച്ചു. അതാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മളും ഇതേ വഴികളിൽ കൂടി പോയി അതേ സിംഹാസനത്തിൽ നമ്മളെയും ഇരുത്താമെന്നുള്ളതാണ് വാഗ്ദാനം. അപ്പൊ നമുക്ക് കർത്താവായ യേശു പോയ ആദ്യമായിട്ട് തെളിച്ച വഴി നമുക്ക് കർത്താവ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ തുറന്ന് കാണിച്ചു തന്നു. എപ്പോഴാണ് നമ്മളത് കണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അതൊന്ന് വിവരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആ വിവരം വിവരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിൻ്റെ ഒന്നും വ്യക്തമായിട്ടുള്ള കാഴ്ച നമുക്കറിവില്ല. പക്ഷെ ഒരാൾ കണ്ടിട്ടുണ്ട്. ആരാ? നമ്മുടെ പ്രാണൻ. നമ്മൾ ഇപ്പൊ ശരീരം മരിച്ചു കഴിഞ്ഞ് ഈ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ ഈ ശരീരം അങ്ങോട്ട് പോകും? മണ്ണിലേക്ക്. ഈ ആത്മാവ് അങ്ങോട്ട് പോകും. ആത്മാവ് സ്പിരിറ്റ് അങ്ങോട്ട് പോകും? ദൈവത്തെങ്കിലേക്ക്. പിന്നെ ശേഷിക്കുന്ന ഏതാ ഉള്ളത്? സോള്. ഈ സോൾ അങ്ങോട്ട് പോകും? സോളാണ് അകത്ത മനുഷ്യൻ. അത് ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് എന്താണോ അതിന് തക്കവണ്ണം അനുഭവിപ്പാൻ അങ്ങോട്ട് പോകും. ഇതാണ് ദൈവത്തിന്റെ വചനത്തിലെ വ്യവസ്ഥ.
അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ദേഹി, ഈ സോള് ഇത് കണ്ടു. സോള് കണ്ടു, പക്ഷെ നമ്മൾ കണ്ടോ? നമ്മുടെ നഗ്നനേത്രം കണ്ടില്ല. എപ്പോഴാ കണ്ടേ? നമ്മൾ കണ്ടില്ല. ഇത് ആദാം കണ്ടുകൊണ്ടിരുന്നതല്ലേ. ആദാം കാണാതിരിക്കാനും കർത്താവ് എന്ത് ചെയ്തു? പാപം ചെയ്ത മേഘം കൊണ്ട് മറച്ചു. മേഘം കൊണ്ട് മറച്ചതിന് ശേഷം പിന്നെ കാണുന്ന ആരാ? പുതിയ നിയമസഭയാ. ഈ സഭ എപ്പോഴത് കണ്ടേ? ഈ സഭ കണ്ടതിൻ്റെ വിശദീകരണം നമ്മൾ ഓർത്തുകൊള്ളണം. വിശദീകരണം വചനം ഞാൻ പറയാം. ഈ സഭ കണ്ടത് പാപമോചനത്തിൽ വെളിച്ചത്തെ കണ്ടു. ദേഹിയുടെ കാര്യം പറയാം. നമ്മുടെ ഉള്ളിലെ സോള്, നമ്മുടെ പാപം മോചിക്കപ്പെട്ട എപ്പോഴാ? പാപം മോചിക്കപ്പെട്ട പാപം മോചിക്കപ്പെട്ട സാഹചര്യം എപ്പോഴാണ്? കർത്താവിൻ്റെ നാമത്തിൽ പാപമോചനം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആ പാപങ്ങളുടെ മോചനത്തിന് ഘട്ടങ്ങളാണ്. ഒന്ന്, കർത്താവിൻ്റെ നാമത്തിലുള്ള സുവിശേഷം കേൾക്കണം. കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടണം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. കർത്താവിൻ്റെ നാമത്തെ ധരിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ പാപത്തെ കഴുകിക്കളയണം. ഈ സമയമാണ് അവൻ പാപങ്ങളുടെ മോചനം പ്രാപിക്കുന്നത്. എത്ര ഘട്ടം കൊണ്ടാ എന്ന് പറഞ്ഞേ? പാപമോചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. യേശുക്രിസ്തുവിന്റെ നാമം ഒഴികെ പാപമോചനത്തിന് വേറെ വഴിയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകണം? ഒന്ന്, നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കണം. 2, നാമം വെളിപ്പെടണം. 3, നാമം വിളിച്ചപേക്ഷിക്കണം. എല്ലാം വചനമാണ്. 4, നാമം ധരിക്കണം. 5, നാമത്തിൽ പാപത്തെ കഴുകിക്കളയണം. ഇത്രയും ചെയ്യുമ്പോഴേക്കും അവൻ പാപങ്ങളെ മോചിച്ചു. അവൻ്റെ പാപങ്ങൾ മോചിച്ചു. ഈ പാപങ്ങൾ മോചിക്കുമ്പോൾ ഈ നമ്മുടെ പ്രാണൻ എന്ത് കാണാം എന്ന് പറഞ്ഞേ? ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കാണാം. ഏതൊക്കെ കാണാം? ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കാണാം, സിംഹാസനം കാണാം, കൂടാരം കാണാം, പർവ്വതം കാണാം, പട്ടണം കാണാം, ഈ ഗോപുരങ്ങൾ മുഴുവൻ കാണാം. ഇത് മുഴുവൻ കാണാം. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ കാണാൻ നമ്മുടെ പ്രാണൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? വചനം പറയുന്നത്, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഒരു സുഖമില്ല. നോക്കിയപ്പോ ഒരു സുഖമില്ലല്ലോ. എന്നെ പറ്റി? ഉള്ളിൽ ഒരു തൃപ്തിയില്ല, ഒരു വിഷാദം. വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഇനിയിപ്പോ യാത്ര ചെയ്യാൻ പോകുന്ന വഴിക്ക് എന്തോ ആപത്തുണ്ട്. പോകുന്ന ആള് കാണുന്നുണ്ടോ? ഇല്ല. പോകുന്ന വഴിക്കുള്ള ആപത്ത് ആര് കാണുന്നു? ദൈവം കാണുന്നു. ദൈവം കണ്ടെങ്കിൽ ദൈവം വീണ്ടെടുത്ത പ്രാണനോട് ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ, ഞാനൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴേക്കും നല്ല ഉത്സാഹം. ആ കാര്യം സാധിക്കുമെങ്കിൽ ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിനറിഞ്ഞാൽ അത് ആരോട് പറയും? പ്രാണനോട് പറയും. ആ പ്രാണനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി. ഇന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട് പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടു? ഈ പറഞ്ഞത് കണ്ടു. എന്താ കണ്ടേ? അതാണ് കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവെന്ന് പറഞ്ഞത്. നമ്മൾ കുരുട്ട് കണ്ണുകളുള്ളവരായിരുന്നു. കുരുട്ട് കണ്ണുകളെ തുറന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടു. സിംഹാസനത്തിലിരിക്കുന്നവനെ, സിംഹാസനത്തെ, കൂടാരത്തെ, പർവ്വതത്തെ, പട്ടണത്തെ, ഗോപുരങ്ങളെയെല്ലാം ആര് കണ്ടു?
നമ്മുടെ പ്രാണൻ കണ്ടു, നമ്മുടെ സോൾ കണ്ടു. ഈ സമയം മുതലാണ് നമ്മൾ ദീർഘദൃഷ്ടിയുള്ളവരായി തീർന്നത്. ഏത് ദൃഷ്ടി? ദീർഘദൃഷ്ടിയുള്ളവരായി തീർന്നു. ഈ പാപമോചനം മറന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മോചനത്തിൽ നിന്ന് താൻ ഏതവസ്ഥയിലായിരുന്നു, ഏതവസ്ഥയിലേക്ക് വന്നു എന്ന് മറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കണ്ണടഞ്ഞു പോകും. ഈ ദീർഘദൃഷ്ടി അടഞ്ഞു പോയതിനു ശേഷം വീണ്ടും പഴയ ദൃഷ്ടി തുറക്കും. ഏത്? ജഡമോഹം. അത്, ആ ചിന്ത, ഈ ചിന്ത, ആ ആഗ്രഹം, ഈ ആഗ്രഹം 100 ആഗ്രഹത്തിലേക്കും അവൻ ആരായി തീർന്നു? ഹ്രസ്വദൃഷ്ടിയുള്ളവനായി തീർന്നു. വായിക്കാം 2 പത്രോസ് 1:8. പത്രോസ് 1-ാം 8-ാം വാക്യം വായിച്ചു. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, അതായത് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദര പ്രീതി എന്നിങ്ങനെ ഉള്ള പടികൾ ഓരോന്നുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകുന്നു. മുമ്പത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം വന്നപ്പോഴും എന്ത് കണ്ടതാ? ദീർഘദൃഷ്ടി കിട്ടിയതാ. ഇത് മറന്നപ്പോഴേക്കും എന്തായി തീർന്നു? അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തു കൊള്ളണം, നമ്മൾ ആരായിരുന്നു? മുൻപ് കുരുടരായിരുന്നു. ദൈവം നമ്മെ വിളിച്ച് എന്ത് ചെയ്തു? കുരുട്ട് കണ്ണുകളെ തുറന്ന് പാപം മോചിച്ച് നമുക്ക് എന്ത് തന്നു? ദീർഘദൃഷ്ടി തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു കൊള്ളണം. അത് മറന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ദൃഷ്ടി എന്തായിത്തീരും? ഹ്രസ്വദൃഷ്ടിയായിത്തീരും. പിന്നെ നമുക്ക് ഏതാ കാണാവുള്ളൂ? യേശാവ് പറഞ്ഞതുപോലെ, ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിന്? ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? മരിക്കേണ്ടി വരുമല്ലോ. അയ്യോ, അവന് വേണ്ടി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ജ്യേഷ്ഠാവകാശം അറിയോ? ഇന്ന് യാക്കോബ് നാളെ പന്തിക്കിരിക്കുമ്പോൾ ആരൊക്കെയാ വരുന്നേ? അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും കൂടെ പന്തിക്കിരിക്കാൻ വരുവാ. അത് കാണുന്ന യേശാവിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. യേശാവ്, അതായത് യഥാർത്ഥത്തിൽ പല്ലുകടി ഉണ്ടാകുന്നത് അപ്പോഴാ. ഏറ്റവും വലിയ പല്ലുകടി എന്ന് പറയുന്നത് യേശാവിൻ്റെതായിരിക്കുന്ന. കാരണം എന്താ? അയ്യോ, ആ സ്ഥാനത്ത് ആര് വരേണ്ടതാ? അബ്രഹാം ഇസ്ഹാക്കും ഞാനും കൂടെ വരേണ്ടതാ. അബ്രഹാമിനും ഇസ്ഹാക്കിന്റെ യേശാവിൻ്റെയും കൂടി പന്തിയിൽ വന്നിരിക്കേണ്ടതാ ആ സ്ഥാനത്ത്. അന്നേരം ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അനേകർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ, അതായത് അവകാശികളെയോ, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞാൽ പ്രത്യേകത തന്നെ, ഇവിടെ നല്ല രാത്രി നല്ല ഫുൾ ലൈറ്റ് ഇട്ടേക്കുക. ഈ റബ്ബർ തോട്ടത്തിൽ ശകലം വെളിച്ചമില്ല. ആ റബ്ബർ തോട്ടത്തിൽ ഒരു 10 പേര് നിൽക്കുക. ഇവിടെ ഉള്ളവർക്ക് അവരെ കാണാവോ? ഇവിടെ ഇത്രയും വെളിച്ചത്തിൽ നിൽക്കുന്നവർക്ക് അവരെ കാണാവോ? ഇല്ല. ആ 10 പേർക്ക് ഇവിടെ കാണാവോ? കൃത്യമായിട്ട് കാണാം. അതാണ് ഏറ്റവും പുറത്തുള്ള പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു പോയവരും വെളിച്ചത്തിൽ നിൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. ഇങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പല്ലുകടി ഉണ്ടാകും. ആ സമയത്താണ് അയ്യോ, സംഭവിച്ചു പോയല്ലോ. ആ സ്ഥാനത്ത് ആരിയ്ക്കേണ്ടതാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യേശാവ് ഇരിക്കേണ്ട അവൻ ഇരിക്കേണ്ട സ്ഥാനമാണ്. ആ സ്ഥാനമാണ് വേറെ ആൾക്ക് വന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ സമയമാണ് യഥാർത്ഥത്തിൽ പല്ലുകടി വരുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് എന്താണ്? ഒരിക്കലും നിങ്ങളുടെ ദൃഷ്ടി എന്തായി പോകരുത്? ഹ്രസ്വദൃഷ്ടിയായി പോകരുത്. കുരുട്ടുകണ്ണുകളായിരുന്ന നമ്മെ വിളിച്ച് കർത്താവ് എന്ത് ചെയ്തു? പാപം മോചിച്ച് കണ്ണുകളെ തുറന്ന് ദീർഘദൃഷ്ടിയുള്ളവരാക്കി തീർത്തു.
നമ്മൾ കണ്ടത് എന്തൊക്കെയാണെന്ന് മറന്നു പോകരുത്. ഒന്ന് ഓർത്തേ. ഏതൊക്കെയാ? കർത്താവ് ഇരിക്കുന്ന സിംഹാസനം, അത് ഇരിക്കുന്ന കൂടാരം, കൂടാരം ഇരിക്കുന്ന പർവ്വതം, പർവ്വതം ഇരിക്കുന്ന പട്ടണം, പട്ടണത്തിന് ചുറ്റും ഗോപുരങ്ങൾ ഉത്തരഗിരിയിൽ ഇരിക്കുക. അതിങ്ങനെ വന്നോണ്ടിരിക്കുക. അത് കാണത്തക്കവണ്ണം നമ്മുടെ പ്രാണനെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ചതാ. ആ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്കത് വെളിപ്പെടുത്തി തന്നതാണ്. ആ പാപമോചനം എന്ന് മറക്കുന്നുവോ അന്ന് ഹ്രസ്വദൃഷ്ടിയുള്ളവരായി തീരും. പാടില്ല. ഹ്രസ്വദൃഷ്ടിയുള്ളവരായി തീർന്ന ഉടനെ വരുന്നതാണ് മരണഭയം. ഏത് ഭയം? മരണഭയം. ദീർഘദൃഷ്ടിയുള്ളവരായി തീർന്നാൽ അവനുള്ളതാണ് എന്ത് എന്ന് പറഞ്ഞു ഹ്രസ്വദൃഷ്ടിയുള്ളവനായി തീർന്നാൽ അവന് ഉള്ള ഏറ്റവും വലിയ അടയാളം എന്താ? മരണഭയം. ദീർഘദൃഷ്ടിയുള്ളവനാണെങ്കിലോ പറഞ്ഞോ, അതൊരു വിടുതലാ, ബന്ധനഴിയാ. അതെ, ഭയമാണ്. ഭയം അത് തന്നെ ദൈവഭയം. ഹ്രസ്വദൃഷ്ടിയുള്ളവന് മരണഭയം, ദീർഘദൃഷ്ടിയുള്ളവന് മരണഭയം, ദൈവഭയം. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. നമ്മളും ആരായിരുന്നു ഇതിനു മുമ്പ്? മരണഭയത്തിൽ നടന്നവരാ. ഇന്ന് നമ്മൾ ആരെ ഭയപ്പെടുന്നു? ദൈവഭയമുള്ളവരായിരുന്നു. പക്ഷെ നമ്മൾ അറിയില്ല ഇത് അപ്പുറത്തേക്ക് പോകാനായിട്ട്. എന്തു വന്നാൽ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തെ കണ്ടതിലേക്ക് ആടി. അവന് പിന്നെ ഏതാ ഭയ? മരണഭയമായിരിക്കും. അതാ യേശാവ് അറിഞ്ഞില്ല. അപകട സമയം വരുമ്പോൾ അറിയില്ല. അയ്യോ ഞാൻ മരിക്കുവോ, അയ്യോ ഞാൻ മരിക്കാൻ പോവാണോ, ഇങ്ങനെ ഒരു ഒറ്റ ചിന്ത അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അറിയുന്നത്, അയ്യോ ഞാൻ ദൈവത്തെ ഭയപ്പെടാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് ഞാൻ മരണഭയത്തിലാണെന്ന് അന്നേരം അറിയുന്നേ. ഒരിക്കലും ഭയപ്പെടരുത്. ഏതിനെ? മരണത്തെ പരിശോധിച്ചാൽ മതി. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോൾ ഇതാ ചിന്തിക്കേണ്ടത്. എന്താണ്? ഞാൻ ആരെ ഭയപ്പെടുന്നുണ്ടോ? മരണത്തെയാണോ ദൈവത്തെയാണോ ഭയപ്പെടുന്നത്? മരണത്തെയാണോ ദൈവത്തെയാണോ ഭയപ്പെടുന്നത്? മരണത്തെയാണ് ഭയപ്പെടുന്നതെങ്കിൽ ഹ്രസ്വദൃഷ്ടിയാണ്. അത് ഏത് സമയത്ത് മാറുമെന്ന് നമ്മൾ അറിയുന്നുമില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ച 3 രോഗങ്ങളാണ്. ഏതൊക്കെയാ? ഈ നമ്മൾ പറയട്ടെ, ഈ 17 രോഗങ്ങളും അതിൽ 25 എണ്ണം ഉണ്ട്. എന്നാലും 17 രോഗങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിച്ച് ഒരു മനുഷ്യൻ ആത്മാവിൽ അത് ഗ്രഹിച്ചിരുന്നാൽ അവൻ ഏത് സമയത്ത് തെറ്റിയാലും അവനപ്പം അറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിലനിർത്തുവാൻ ആ അറിവ് അത്രമാത്രം ഉപകരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച 10 രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ വിശദീകരണമായിരുന്നു ഈ ആഴ്ച 1. ദേഹത്തിൽ സൗഖ്യമില്ല. 2, പോഷത്വ നിമിത്തം വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. 3, ഹ്രസ്വദൃഷ്ടി. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. ആരും അത് ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ വിശദീകരിച്ച് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് നമുക്ക് കുറച്ച് കിട്ടും. അത് നമുക്ക് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ട വഴി അതാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലാക്കുക എന്ന് പറയുന്നതിന് വഴി അതാണ്. അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ ജനങ്ങൾ.
കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ലേലി പ്രാർത്ഥന. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.